എല്ലാവരും കൂടി എന്നെ ജോലിക്കാരുടെ മോളാക്കി വെച്ചിരിക്കുവല്ലേ. അതുകൊണ്ട് ഇവിടെ വീട്ടുജോലിക്കാരിയായിട്ടാ കാണുന്നേ. മോളെ ചായ, മോളെ കാപ്പി, മോളെ ചോറ്, മോളെ തോരൻ, മോളെ വെണ്ടയ്ക്ക, മോളെ വഴുതനങ്ങ. കേട്ട് കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. നോക്കിക്കോ, എല്ലാം കൂടെ ഒരു ദിവസമേ എന്റെ കയ്യിന്ന് പോവും, അതുറപ്പാ. അല്പം കൂടി ഒന്ന് ക്ഷമിക്കണ്ട പെണ്ണെ. പ്രസാദേട്ടനും ഏട്ടത്തിയും കൂടെ ഒന്നിങ്ങ് വരട്ടെ. പുഷ്പൻ ചേട്ടൻ ബോംബ് പൊട്ടിക്കാനായിട്ട് ഇരിക്കുവല്ലേ. സൈഡ് ചേർന്ന് നിന്ന് ഞാൻ ഈ ഗുണ്ടും പൊട്ടിച്ചോളാം. ഇപ്പോ എനിക്കെന്റെ ബാലാമണിക്ക് 1 4 3. ദേ, മനുഷ്യൻ ഇവിടെ കലി കൊണ്ട് നിൽക്കുമ്പോ സിനിമാ കഥ കളിക്കാൻ വരല്ലേ. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പക മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക ഹരി? ഞാൻ പശു പാല് അല്ല ചായ എടുക്കാൻ വരുമായിരുന്നു. അതാണോ നിന്റെ ജോലി? അച്ഛാ, അത് ഞാൻ നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. അച്ഛാ, അത് ഞാൻ ആര്യമോൾക്കെങ്കിലും ഇവനോടൊന്ന് പറയാമായിരുന്നു. അച്ഛാ, ഹരിയേട്ടൻ വെറുതെ. അതെ, വെറുതെ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കും. നേരം ഇത്രയായി. പ്രസാദോ അഞ്ജലിയോ പുറപ്പെട്ടോ എന്ന് നീ ഒന്ന് വിളിച്ചു ചോദിച്ചോ? ഇല്ലല്ലോ. എന്റെ ഫോൺ ഓഫായി കിടക്കുക. എന്നാ നീയെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അതില്ല ഇവന്. അതാണ് കുഴപ്പം. ഓ, അതായിരുന്നോ? അതാണെന്നോ? അതെന്താ നിസ്സാരമാണോ? ഞാനിപ്പോ തന്നെ വിളിച്ചു ചോദിക്കാം. ഒരു മിനിറ്റ്. പ്രസാദേട്ടാ, ഫോൺ. ഹലോ. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ. പുറപ്പെട്ടു. 1/2 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. അതെ, റാംജി റാവു തമാശയല്ല കേട്ടോ. മൂത്ത മകനെ കാണാനിട്ട് അച്ഛൻ ഇവിടെ പതുക്കെ പതുക്കെ ഉഗ്രരൂപിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. വേഗം വന്നാ നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ചിലരുടെ ചോര ചെറുന്നുള്ള കാര്യം ഉറപ്പാ. റെഡിയായി കഴിഞ്ഞടാ. പക്ഷെ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ചെറിയൊരു മീറ്റിംഗാ. അത് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങെത്തും. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുവല്ലേ കേട്ടോ. കാര്യം എന്തൊക്കെയായാലും അച്ഛന് ഞങ്ങളെ കാണുന്നതിനും കാട്ടി തൃപ്തി പ്രസാദേട്ടനെ കാണും. റോഡ് ഷോ ഒക്കെ കഴിഞ്ഞെങ്കില് നിങ്ങൾ ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റണമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. ഹലോ, അതിനെന്താ, മാറ്റാലോ. ആരാടാ നീ? നിനക്കെന്താ വേണ്ടത്? ദാറ്റ്സ് സൂപ്പർ. വളരെ പ്രസക്തമായ ചോദ്യം. ഇത് ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നില്ലേ? എനിവേ, ലേറ്റർ ഈസ് ബെറ്റർ ദാൻ നെവർ. ഞാൻ സ്വയം പരിചയപ്പെടാം. മൈസെൽഫ് ഈസ് ഹൈദർ അലി ഹുസൈൻ. എന്തിനായിരിക്കും നിങ്ങളുടെ പുറകെ വന്നതെന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. പറയാം. ഇതൊരു കൊട്ടേഷനാണ്. തൻ്റെ തല വെട്ടി കളഞ്ഞിട്ടായാലും ഇവളെ ഒരിടത്തേക്ക് കൊണ്ട് ചെല്ലണം ഞങ്ങൾ. അതിന് 25 ലക്ഷം ഞങ്ങൾ വാങ്ങി. എനിക്ക് തോന്നി കൊട്ടേഷൻ ആണെന്ന്. അല്ല, ആരാ നിനക്കൊക്കെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചു തന്നത്? പേര് പറയാൻ പറ്റുമോ? സ്ഥലം, ഇമെയിൽ അഡ്രസ്? അങ്ങനെ എല്ലാ വിവരങ്ങളും കിട്ടണമെന്ന്
വാശി പിടിക്കല്ലേ സാറേ, സത്യമായിട്ട് കാര്യം അറിഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എന്താന്നറിയില്ല, എനിക്ക് നിന്റെ ഈ ഡീലിങ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യമായിട്ടങ്ങ് പറയുന്നുണ്ട്. നോ വയലൻസ്, നോ ഹരാസ്മെന്റ്. എന്താ ശരിയല്ലേ? എപ്പോഴും അങ്ങനെയൊന്നുമല്ല, പക്ഷേ തന്റെയൊക്കെ കാര്യത്തില് അതിന്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക്. ശരിയപ്പോ പോകുന്ന വഴിക്ക് പോകാൻ നോക്ക. ചെല പോവാം. പക്ഷേ ചേട്ടാ, ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ആദ്യം പറഞ്ഞില്ലേ എന്റെ തല വെട്ടിയിട്ടാണെങ്കിലും ഇവളെ കൊണ്ടുപോകുന്ന ഉദ്ദേശത്തിലാ വന്നേന്ന്. എന്നാ പിന്നെ അത് അത്രേ ഉള്ളൂ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്റെ തല വെട്ടി മാറ്റിയിട്ടെ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊടുകൊള്ളുന്നു. ഫോൺ സൈലന്റ് ആക്ക്. എന്താ ഉണ്ണീച്ചി? വലിയ ഫോൺ എടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാവോ? തൽക്കാലം കുഞ്ഞേച്ചി ഒന്ന് ക്ഷമിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സൗകര്യം പോലെ പറയാം. എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതെ, ഇനി ഇതുപോലെ എല്ലാവരും കൂടെ ഒരേ വഴിക്ക് ഓടിയിട്ട് കാര്യമില്ല. പലതായിട്ട് പിരിയുമ്പോ എങ്ങോട്ടാ പോവാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ടേ പോവാവൂ. അവർക്ക് ഈ കാടെന്തായാലും നമ്മുടെ അത്രയും പരിചയം ഉണ്ടാവില്ല സർ. ജീവനെടുത്ത് കയ്യെ പിടിച്ച് ഓടുമ്പോ പെട്ടെന്ന് കാണുന്ന കാട്ടുവഴിയിലൂടെ ഓടാനും കാട്ടുവള്ളികളിൽ കയറി പിടിക്കാനൊക്കെ ആളുകൾ ശ്രമിക്കും. ഒന്ന് നിരീക്ഷിച്ചാൽ മതി, അവര് പോയ വഴിയുടെ സൂചന നമുക്ക് കിട്ടും. അത് കണ്ടോ, അവിടെ കരിയില ഇളകി ചിതറി കിടക്കുന്നുണ്ട്. എവിടെ? കണ്ടില്ലല്ലോ. കറക്റ്റ്. അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കണം. ആ വഴി അവര് പോയിട്ടുണ്ടാവുക. വേഗം 4 വശം കവർ ചെയ്ത് നീങ്ങ. താൻ അങ്ങോട്ട് പോ, ആ ഭാഗത്തൂടെ പോ. സർ. താൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ശരി സർ. പോണമേ. ക്ഷീണം മാറിയോ? ഇല്ല, എനിക്ക് വയ്യ ഇനി ഓടാൻ. സാരമില്ല, കുറച്ച് സമയം എന്തായാലും നമുക്ക് കിട്ടും. അതെങ്ങനെ? ഞാൻ പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് വഴിയിലെ കരിയിൽ കുറച്ച് ചവിട്ടി മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മൾ അതുവഴി പോയെന്ന് കരുതി ആ വഴിക്ക് കുറെ സമയം കിടന്ന് കറങ്ങിക്കോളൂ അവര്. എന്നാലും കുറച്ചു കഴിയുമ്പോ അവര് വീണ്ടും വരാതിരിക്കില്ല. ഇവിടെ നിൽക്കാതെ പ്രസാദേട്ടനെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. എന്റെ ജീവനാ അവർക്ക് വേണ്ടത്. തന്നെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ എന്റെ തടി രക്ഷിക്കണം അല്ലേ? അങ്ങനെയാണോ താൻ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഒരു ആപത്ത് വരുമ്പോ ഉപേക്ഷിച്ച് കളഞ്ഞ പിന്നെ വലിയ എളുപ്പമാവല്ലോ അല്ലേ?
മറ്റു മനുഷ്യരെ പരിഗണിക്കാനോ വിശ്വസിക്കാനോ കഴിവില്ലാത്തവർക്ക് ഇങ്ങനെ പലതും തോന്നും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനാണോ വിശ്വസിക്കാൻ കഴിയില്ലാത്തവള്? അങ്ങനെ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്ക് തന്നെയാ. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒരു ഉത്തരം പറ, അത് മതി. ആര് തന്നെ പിന്നാലെ നടക്കുന്നേ? അയ്യോ അമ്മേ, അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ വിളമ്പിക്കോളാം. അത് സാരല്ല, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞങ്ങള് രണ്ടുപേരില്ലേ വിളമ്പാൻ, അമ്മ ഇരിക്ക്. ഇരിക്കമ്മേ, ഇരിക്കെ. മതി. എനിക്ക് ഇത്തിരി മതി. അങ്ങനെ പറയില്ല മോനെ, കഴിക്ക്, ഇല്ലെങ്കിൽ ക്ഷീണം മാറില്ല. അമ്മ എന്താ വരാത്തത്? പ്രസാദിനെ അഞ്ജലി മോളെയും കാണാത്തേല് അവന് നല്ല പ്രയാസമുണ്ട്. പലതവണ അവരെ വിളിച്ചതാ, എടുക്കുന്നില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അല്ലായിരുന്നോ? അത് കഴിയുമ്പോൾ സമയമാവും. ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിക്കാം. ഉഗ്രൻ സാമ്പാർ ഏട്ടത്തി. ഏട്ടത്തിയോ? സാധാരണ ഏട്ടന്മാരുടെ ഭാര്യമാരെയല്ലേ ഏട്ടത്തിന്ന് വിളിക്കുക. അതെ, പ്രസാദിന്റെയോ മുരളിയുടെയോ ഭാര്യ ഹരി ഏട്ടത്തിന്ന് വിളിക്കേണ്ടത്. അതെ, നീ എന്തിനാടാ ഈ കുട്ടിയെ ഏട്ടത്തിന്ന് വിളിച്ചത്? എടാ, നിന്നോടാണ് ഹരി ചോദിച്ചത്. നിന്നോട് ഹരി ചോദിച്ചത്? ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്താ അറിയേണ്ടത്? പിന്നെ എനിക്കറിയാം, നിങ്ങൾ വെറുതെ. എന്താടാ ഞങ്ങൾ വെറുതെ എന്ത് ചെയ്തെന്നാ? അല്ലേട്ടാ, ഇതൊന്നും അറിയാത്തതുപോലെ. കഷ്ടം. അതെ അതെ, ഒന്നും അറിഞ്ഞൂടാ കണക്ക്. കാര്യം പറ ഹരി, നീ എന്തിനാ ആരതി ഏട്ടത്തിന്ന് വിളിച്ചേ? കേട്ടില്ലേ, ഏട്ടത്തിന്ന് വിളിച്ചു. അതെ അതെ, അഞ്ജലി ഏട്ടത്തെയാണല്ലോ, അപ്പൊ പിന്നെ ആരതി ഏട്ടത്തെയാവുമല്ലോ. എന്തൊക്കെയായി പറയുന്നേ? അല്ല, ഡിവൈഎസ്പി മുകുന്ദനുണ്ണി നിങ്ങളെയൊക്കെ കുറിച്ച് വാചകമടിച്ചത് കേട്ട് ഞാൻ വിചാരിച്ചു നീയൊക്കെ പുലിക്കുട്ടികളാണെന്ന്. ഇപ്പം മനസ്സിലായി, പൂച്ചകളെക്കാൾ 4 രോമം കൂടുതൽ മുളച്ചാൽ പുലികളാവില്ല എന്ന്. മിസ്റ്റർ മേഘൻ, നിങ്ങൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്ത് സിറ്റുവേഷനാണോ ഇത്ര അറിയാനും മാത്രം ഉള്ളത്? രാധയെ നിനക്ക് കൺമുന്നിൽ കിട്ടിയതല്ലേ, ഒരു പെണ്ണിനെ. അതുപോലൊരു കാട്ടിൽ ട്രാപ്പിൽ പെട്ടതുപോലെ കിട്ടിയിട്ടും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇനി എങ്ങനെ കിട്ടണം നിനക്കൊക്കെ രാധയെ എന്റെ മുന്നിൽ എത്തിക്കാൻ? ആരെങ്കിലും ബോധം കെടുത്തി കയ്യും കാലും കയറിട്ട് കെട്ടിക്കൊണ്ടുവന്ന് തരണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. പരിഹാസം മനസ്സിലായി, അതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, അവള് തനിച്ചായിരുന്നില്ല. എന്തിനും പോന്ന പടയാളിയെ പോലെ ഒരുത്തൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. നേർക്ക് നേരെ ഞാൻ തോക്കെടുത്ത് ചൂണ്ടിയതാ. പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് അവൻ അവളെ രക്ഷിച്ചു കൊണ്ടുപോയി. ഒരു ചാവേറിന്റെ ആത്മധൈര്യവും യുദ്ധസന്നദ്ധതയും ഉണ്ടായിരുന്നു അയാൾക്ക്. അവൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ഭാവം. എനിക്കറിയാം അവനെ. സകല അഭ്യാസങ്ങളും ചുവടുകളും പഠിച്ചവനവൻ. പക്ഷേ നിങ്ങൾ 4 പേരിലായിരുന്നു അവിടെ, ഒന്നിന് പകരം 4. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ
നിന്നെയൊക്കെ എന്തിനാ വിലക്കെടുത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോവാ. അവള് തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേര് ധാരാളമായിരുന്നു. അവൻ സാധാരണക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും തന്നെ ധാരാളം. പക്ഷേ കണക്ക് കൂട്ടലും മുഴുവൻ തെറ്റിച്ചത് ആ റാസ്കലാണ്. ഞങ്ങളിൽ ഒരാൾ വീണുപോയി, അറിയാമോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും മിസ്റ്റർ ഹൈദർ അലി ഹുസൈൻ? പറഞ്ഞ പണം ബാർഗെയിനിങ് പോലും ഇല്ലാതെ സമ്മതിച്ചത് തോട്ട് വക്കത്ത് പോയി ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാനല്ല എന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാക്കിയിട്ടിട്ടുള്ളൊരു പോലീസുകാരന്. ഞാൻ ഏറ്റുപോയല്ലോ ഈ ദൗത്യം. അതിൽ വന്ന പാളിച്ചകളും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ വാക്കുകളല്ല, പ്രവൃത്തിയാ എനിക്ക് വേണ്ടത്. അതിനാണ് വില. ഹൈദരുടെ വാക്കുകൾക്കും വിലയുണ്ട് മേഘനാഥൻ. ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവൻ അരിച്ച് പറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കും. ആ ശരി, കാത്തിരിക്കാൻ ഞാൻ ഈ രാത്രി പുലരും വരെ. കാരണം ബ്ലഡി റാസ്കൽ, എന്നെ വെട്ടിച്ച് നീയൊക്കെ എത്ര ദൂരം ഓടുന്ന കരുതിയേ? ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞു. ഇനി സമ്മാനദാനമാ. ഇതാണ് സമ്മാനം. 1ാം സമ്മാനം ഇവൾക്ക്, ദാ തോക്ക. 2ാം സമ്മാനം നിനക്കാ, ഈ കത്തി. നിന്നോട് മര്യാദയ്ക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞതല്ലേ? എന്നിട്ടനുസരിച്ചോ? നീ ഇല്ല. പകരം ഞങ്ങളിൽ ഒരാളെ വീഴ്ത്താൻ കൂട്ടുനിന്നോ? അതിനുള്ള പ്രതിഫലം ഇതാ. പിടിച്ച് മാറ്റണേ. അവന്റെ കാര്യം ക്ലോസ്. ഇനി നമുക്ക് പോകാം. ഇങ്ങോട്ട് ഓടി. വെക്കട വെടി വെടി വെക്കാൻ.
அடிப்பட்ட பாதிப்புகளுக்கு உங்களுக்கு வைத்தியம் நேற்றம் வந்தால் தான் ஏதாவது செய்ய முடியும். കിട്ടിയില്ലേ അപ്പൊ? അത് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആൾക്കാരല്ലേ രാധയെ പിടിച്ചോണ്ട് വരാൻ അച്ചാരവും വാങ്ങി പോയിരിക്കുന്നത്? ഇപ്പൊ ക്ലിയറായി. പോലീസുകാരൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി കൊടുത്തിരിക്കുക രാധയെ പിടിക്കാൻ. പക്ഷെ മേഘൻ സാർ, ഞാൻ വിചാരിച്ചു ഹൈദറും സംഘവും അവളെ ഇതിനകം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കാണുമെന്ന്. എവിടെന്ന്? നിങ്ങളോ ഞാനോ വിചാരിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ അല്ല കാര്യങ്ങള്. ഹൈദറുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും അയാള് കോൾ എടുക്കുന്നില്ല. പറഞ്ഞ പണം എണ്ണിക്കൊടുത്തത് തന്ന വാക്ക് പാലിക്കുമെന്ന് കരുതിയിട്ട. അല്ലാത്ത പക്ഷം എന്തു വേണമെന്ന് ഈ മേഘനാഥൻ അറിയാം. ഞാനൊന്ന് ഹൈദറെ വിളിച്ചു നോക്കട്ടെ. യു റിലാക്സ്. ചെവിക്കകത്ത് വെള്ളം കയറി. ഭവാനിയമ്മ അവിടെ നിന്തോന്നാ ഒളിഞ്ഞു നോക്കുന്നത്? എന്താ കിട്ടുന്നില്ലല്ലേ? അതോ എടുക്കുന്നില്ലേ അവൻ? കോൾ എടുക്കുന്നില്ല. എടുക്കില്ല. എന്തൊക്കെയായിരുന്നു അവനെ കുറിച്ച് നിങ്ങളുടെ ഒരു പുകഴ്ത്തല്? മേഘൻ സാർ, പ്ലീസ്, നിങ്ങൾ ഹൈദരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു ടാസ്ക് ഏറ്റെടുത്താൽ എന്ത് വില കൊടുത്തും അത് നടത്തിയെടുക്കാൻ ചങ്കൂറ്റമുള്ള ആളാണ് ഹൈദര്. എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്നിട്ടാണോ വിളിച്ച ഫോൺ പോലും എടുക്കാൻ മര്യാദ കാണിക്കാത്തത്? ചിലപ്പോൾ ഫോൺ എടുക്കാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാകും സാർ. ഒന്നുകിൽ ഡ്രൈവ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലാവും, ഒരുപക്ഷെ റേഞ്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അവൻ അതുകൊണ്ടായിരിക്കും എടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഹൈദർ ഒരു ഭീരുവാണെന്നോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനാണെന്നോ പറയരുത്. ഒരൊറ്റയാന്റെ ചങ്കൂറ്റവും ധൈര്യമുള്ളവനാണ് ഹൈദർ. എനിവേ, യു പ്ലീസ് ബിലീവ് മീ. എന്റെ ഉറപ്പാണ് മേഘനാഥൻ സാറിന്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കോപ്പ്. എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത? ഇന്നലെ രാത്രി ആ പെണ്ണ് തനിച്ച് ആക്രമിച്ച് പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാ
നാണക്കേടാണ്. മറ്റെന്തെങ്കിലും കാരണം പറയണം. ഹലോ, നീ കേൾക്കുന്നുണ്ടോ ഹൈദർ? ഓ സർ, ഇന്നലെ രാത്രി കാട്ടിൽ വെച്ചൊരു അറ്റാക്ക് കടന്നു. ഒരു ഒറ്റ ഞങ്ങളെ ആക്രമിച്ചു. ഓ മൈ ഗോഡ്. എന്നിട്ട് അപകടം എന്തെങ്കിലും സംഭവിച്ചോ നിനക്ക്? ആ സമയത്ത് ജഗദീഷൻ ജാക്സനാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഇപ്പോ മിസ്സിംഗ് ആണ് സർ. നിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നല്ലോ, പിന്നെന്താ പ്രശ്നം? അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ജീവനം കൊണ്ടുള്ള പാച്ചിലായിരുന്നു അപ്പൊ. ഛേ, നീ എന്താടാ ഈ പറയുന്നത്? അത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കെട്ടിയാൽ സമാധാനം പറയേണ്ടത് നമ്മളല്ലേ? എന്ത് സമാധാനമാണ് സർ പറയേണ്ടത്? ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. സാറ് ആ കാര്യം വിട്ട് മറ്റു വല്ലതും പറയാം. മറ്റെന്ത് പറയാൻ? ആ പെണ്ണിനെ കിട്ടാതെ ഒരു സ്വൈരവും കിട്ടില്ല ഇവിടെ. മേഘനാഥൻ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നെ വിളിച്ചു വരുത്തി സംസാരിച്ചു. എങ്ങനെയും നീ രാധയെ അയാളുടെ കൈവെള്ളയിൽ എത്തിക്കുമെന്ന ഞാൻ വാക്കുകൊടുത്തിരിക്കുന്നത്. 1-10 അല്ല, രൂപ 25 ലക്ഷമായി എണ്ണി വാങ്ങിച്ചിരിക്കുന്ന ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സർ. സത്യം പറഞ്ഞ ജീവൻ പണയം വെച്ച് കഴിഞ്ഞാ ഞാൻ ഈ സംസാരിക്കുന്നത്. സാറിനത് മനസ്സിലാവാത്തോണ്ടാ. എന്ന് പറഞ്ഞ നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ മറച്ചു പിടിക്കുന്നത് പോലുണ്ടല്ലോ. സത്യം പറ, എന്താ നടന്നത്? ഞാൻ പറയുന്നത് സാർ മനസ്സിലാക്കണം. ഇന്നലെ ഞങ്ങൾ വീണ്ടും അവളെ കണ്ടിരുന്നു. കാട്ടി വെച്ച് തന്നെ. കണ്ടോ? എന്നിട്ട്? Oh my God, I can't believe this. ആ പെണ്ണ് തനിയെ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തു എന്നും കൊക്കയിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ മൊത്തത്തിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ ഇതിന്. മേഘൻ പോലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിച്ചാലും സത്യം ഇതാണ് സർ. എന്നിട്ട് ആദ്യം നീ ഒറ്റയാൻ ആക്രമിച്ച കാര്യമാണല്ലോ പറഞ്ഞത്. ഒരു പെണ്ണടിച്ച് താഴെയിട്ടു എന്ന് പറഞ്ഞാ നമുക്കല്ലേ സർ നാണക്കേട്? അതിനേക്കാൾ വലിയ നാണക്കേടല്ലേ ഒരു നരിന്ത് പെണ്ണിനെ ഹൈദർ അലി ഹുസൈന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത്? ആ, അതിരിക്കട്ടെ. നീ പറഞ്ഞതുപോലെ അവൾ കൊക്കയിലേക്ക് ചാടിയതെങ്കിൽ ബാക്കി എന്തെങ്കിലും കിട്ടാനുണ്ടാകുമോ? ഐ മീൻ ബോഡിയെങ്കിലും. എന്റെ ഊഹ ശരിയാണെങ്കിൽ അവക്കൊരു പുല്ലും പറ്റി കാണില്ല. അവന് മാത്രമേ പരുക്കുണ്ടാവൂ. ആ ശരി ശരി, ഒരു കാര്യം ചെയ്യും. അടിവാരത്ത് ആൾ താമസമുള്ള കണ്ണു തുറന്നു. ഇല്ലേ, നീങ്ക വാമാ. നേരം രാത്രിയാക പോകുത്. കൊഞ്ചം മുളങ്കഞ്ചി സാപ്പിടല. എനിക്കൊന്നും വേണ്ട. പ്രസാദേട്ടൻ കണ്ണു തുറക്കാതെ ഞാൻ ജലപാനം കഴിക്കില്ല. നീ ഇപ്പടി ഇങ്ങ ഇരുന്ന് അഴുതിട്ട് എന്നാ പ്രയോജനം? അമ്മൻ മുന്നിൽ തലപൂജ നടത്ത്. അതുക്കപ്പുറം അമ്മൻ പ്രസാദം കിടച്ചാത്ത ഉൻ കണവനൊക്കെ രക്ഷ കിടച്ചിടും. ഏയ് വാ മൂടടി. എന്താ എന്താ പറഞ്ഞത്? എന്ത് പൂജ ചെയ്യണമെന്ന്? അതെല്ലാം ரொம்ப കഷ്ടமான പൂജ. ഉന്നാല ചെയ്യാൻ മുടിയാത്. ഞാൻ ചെയ്യും. ദൈവം ബലി കൊടുത്തേക്കാം. പറ, എന്താ ചെയ്യണ്ടെന്ന് പറ. അപ്പടിയൊന്നും വേണാമാ. നല്ലമ്മാ ചൊല്ലിക്കൊട്. അമ്മൻ പ്രസാദം കിടച്ചാ ഇവങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ നല്ലത് താൻ വരും. പറ, ആരെങ്കിലും ഒന്ന് പറ. ഈശ്വരനെ ഓർത്ത് പറ. എന്താ ഈ തലപൂജ? നാനേ ചൊല്ലിത്തരേ. இந்த உச்சிமாளி அம்மனுக்கு தலைப்பூஜை பண்ணினால் அந்த அம்மனோட பிரசாதம் கிடைக்கும். അമ്മൻ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? அம்மனோட அனுகிரகம். கொஞ்சம் தண்ணி அம்மன் முன்னாடி வச்சு ஈரன் புடவை எடுத்து தலைக்கு மேல் கலசம் வச்சு അതിൽ തീ പോട്ട് പ്രാർത്ഥിക്കണം. ഉണ്ണാമൽ ഉറങ്ങാമൽ തലയിലെ തീ പോട്ട കലസം ഏന്തി ഇരിക്കുന്നത് സാധാരണ അല്ലേ? അത് ഉന്നാലും മുടിയാതമ്മ. നീ നല്ല കെഞ്ചി കേള്. കണവനുക്ക് സുഖമായിടും. വാമലി പോലാം.
എനിക്ക് എനിക്ക് തലപൂജ ചെയ്യണം. ഞാൻ തയ്യാറാ. അയ്യോ അമ്മ, അത് വേണം. വേണം. എന്തും സംഭവിച്ചോട്ടെ, തീച്ചൂടില് എന്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ, എന്നാലും സാരമില്ല. എനിക്ക് തലപൂജ ചെയ്യണം. ചെയ്തേ പറ്റൂ. ഈ പുടവ എന്റെ 2ാം വിവാഹത്തിനായി വാങ്ങിയതാണ്. ഈ മാലയും എന്റെ ഭാവി വധുവിനായിട്ട് വാങ്ങിയതാ. ആരാ വധുവെന്ന് അറിയാലോ? തൃപ്പങ്ങോട്ടെ രാധതൻ, നിന്റെ സ്വന്തം അനുജത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താലി കിട്ടിയത് നിന്നെയാണ്. തൃപ്പങ്ങോട്ട് സുഭദ്ര എന്ന നിന്നെ. നിന്നോടൊപ്പം എനിക്ക് പ്രേമമായിരുന്നില്ല, പക മാത്രമായിരുന്നു. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ ചിത കത്തുന്നത് കാണാൻ വേണ്ടിയുള്ള പക മാത്രം. അത് ഞാൻ കണ്ടു. പക്ഷെ ഇപ്പോ രാധയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടുന്നത് പകയോടെയല്ല, പ്രേമത്തോടെ. എന്റെ ഞരമ്പുകളെപ്പോലും വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന അപാരമായ ആസക്തിയോടെ. ആ കനലുകൾ എന്നിൽ നിറച്ചത് അത് നീയാണ് സുഭദ്രേ. നിന്റെ അനുജത്തി രാധ നിന്റെ അതേ രൂപത്തിൽ എന്റെ മുന്നിൽ വന്നപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോവുമായിരുന്നു. പക്ഷെ അമ്മയും മണിച്ചനും പറയുന്നത് നീ ഒരു വിഷസർപ്പമാക്കി രാധയെ എന്റെ മുന്നിൽ അയക്കുന്നു. അത് ശരിയാണെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നടത്തിയെടുക്കാനാവാതെ മേഘൻ വിരളി പിടിച്ച് നടക്കുന്നതാണ് നിനക്ക് കാണേണ്ടതെങ്കിൽ അത് നടക്കില്ല സുഭദ്രേ. ഞാൻ അയച്ച ആളുകൾ രാധയുമായി വരുമെന്ന് ഉറപ്പാ. ഇവിടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടും. ചത്തൊടുങ്ങിയിട്ടും അശാന്തിയോടെ അലയുന്ന ആത്മാവ് മാത്രമായിട്ട് നീ മാറുന്നത് ഞാൻ കാണും. കാരണം നീ ചത്തു കഴിഞ്ഞതാ. ഞാൻ ജീവിച്ചിരിക്കുന്നവനും. ഈ ഭൂലോകം ഞങ്ങൾക്കുള്ളതാ, നിങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് മേഘനാഥന്റെ വഴി മുടക്കരുത്. മുടക്കിയാൽ ഒരിക്കൽ കൊന്ന നിന്നെ വീണ്ടും കൊല്ലിഞ്ഞ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ, എന്താ നല്ലമ്മ? പ്രസാദേട്ടൻ എന്താ നല്ലമ്മ? തുറന്നു പറ. മൂത്തോ ചൊല്ലിയാച്ച് ഇനി ഒന്നുമേ ചെയ്തിക്കില്ലാന്ന്. கடைசியா பாக்கணும்னா அங்கேயே போய் பார்க்கலாம். ഇവര് പറഞ്ഞത് കേട്ടോ? മൂത്തോൻ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന്.
അവസാനമായി എനിക്ക് വേണമെങ്കിൽ പ്രസാദേട്ടനെ ചെന്ന് കാണാമെന്ന്. ഒരു ദിവസം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഇതിനായിരുന്നോ? കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ എനിക്ക് ആരുമില്ലെന്ന്, കേടപേക്ഷിച്ചതല്ലേ പ്രസാദേട്ടനെ രക്ഷിക്കണമെന്ന്. എന്നിട്ട് കേട്ടില്ലല്ലോ. എന്തിനാ എന്റെ ജീവിതം തകർത്തത്? എന്തിനാ വീണ്ടും എന്നെ ആരും ഇല്ലാത്തവളാക്കി മാറ്റിയത്? അമ്മ அப்படி இன்னும் சொல்லக்கூடாது. അവരുടെ ആയുസ് തീർന്നു പോച്ച്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പ്രസാദേട്ടനെ വേണം. കിട്ടിയേ പറ്റൂ. ഇവിടെ ഞാൻ എന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുക. പ്രസാദം നൽകുമെന്ന് പറഞ്ഞു നീ എല്ലാവരെയും കളിപ്പിക്കുകയായിരുന്നു. നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു നിന്ന് എനിക്ക് നൽകാത്ത അനുഗ്രഹം എനിക്കിനി വേണ്ട. എന്റെ പ്രസാദേട്ടന്റെ കൂടെ ഞാനും പോവാ. ഞങ്ങളുടെ ജീവൻ നൽകി കൊളുത്തിയതായി വെളിച്ചം ഇത് നിന്റെ നടയിൽ തന്നെ അണഞ്ഞു തീരട്ടെ. മതി, നിർത്തുങ്ക. ദാ അങ്ക പാര്. அம்மன் கனிஞ்சிருக்கு. அந்த லட்சணம் தான் இந்த அனுகிரகம். இந்த தண்ணியை கொண்டு போய் உன் கணவனோட முகத்தை தளிக்கு. அவன் நிச்சயமா கண்ணு துறக்கும். என்ன நம்பு. நேரம் കളയാமல் செல்ல. എന്റെ ദേവി, എന്നോട് ക്ഷമിക്കണേ. എന്റെ പ്രസാദേട്ടനെ എനിക്ക് തരണേ. മരുന്ന് തന്നെയല്ലേ? ഒത്തിരി ഉടവൻ ചെലവൊക്കെ പറ്റിയതല്ലേ, ഇതാ നല്ലതെന്ന് മൂത്തവൻ പറഞ്ഞു. നമുക്ക് പോണ്ടേ ഇവിടുന്ന്? പ്രസാദേട്ടന് സുഖമായിട്ട് പോയാ മതി. എനിക്ക് കുഴപ്പം തോന്നില്ല ഇപ്പോ. ഒന്ന് ഉറങ്ങി എണീറ്റ് പോലെ. அங்கெல்லாம் சிகிச்சை பண்ணியிருக்கோம். அம்மன் அது காத்து. இனி அம்மன் நடையில போய் மாலை போடணும். அப்பதான் தீர்க்க சுமங்கலியா இருக்கிறதுக்கு வரம் கிடைக்க போறது. ஆமா, தாலி பந்தம் உറപ്പിച്ചുதான் ஆகணும். മൂത്തോ சொன்னതിലെ പൊരുൾ தெரிஞ்சுതാ. മനസ്സിലായി.
அதுக்குள்ள ஏற்பாடு நான் பண்ணி வைக்கிறேன் வாடா